കോയമ്പത്തൂർ അതായത് പാലക്കാട് വന്ന് സി പി എമ്മിനെ തെറി പറഞ്ഞ് കോയമ്പത്തൂർ പോയി സി പി എമ്മിന് വേണ്ടി പ്രചരണം നടത്തുന്ന രാഹുൽ ഗാന്ധി ഇയാളൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇലക്ഷൻ ആകുമ്പോൾ ഈ ന്യൂനപക്ഷ സ്നേഹമായിട്ട് കോൺഗ്രസ് ഇറങ്ങും. ഇവരെയും കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ, ഞാനൊരു കാര്യം പറ്റും, ഈ കേരളത്തിലോട്ടൊന്ന് വന്നേ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? അഡ്വക്കേറ്റ് ഷോൺ ജോർജിന്റെ പ്രചാരണങ്ങൾ പാലയിൽ വലിയ രീതിയിൽ പോവുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി തുടർച്ചയായ ദിവസങ്ങളിലൂടെയൊക്കെ എത്തുന്നു. ആവർത്തിച്ച് വിമർശനം ഉന്നയിക്കുന്നത് ബി ജെ പിയുടെ ബി ടീമാണ് CPM എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ഛത്തീസ്ഗഡിലടക്കമുള്ള സ്ഥലങ്ങളിൽ കന്യാസ്ത്രീകളെ ആക്രമിച്ചവരെ കൂട്ടുപിടിച്ചാണ് ഇവിടെ നിൽക്കുന്നതെന്നൊരു പ്രചാരണം അവിടെ നടത്തുന്നത്. ഛത്തീസ്ഗഡിൽ ആ കന്യാസ്ത്രീമാർക്ക് ജാമ്യം എടുത്തുകൊണ്ട് ആ മഠത്തിലാക്കിയിട്ട് വന്ന ആളാണ് ഷോൺ ജോർജ്. രാജീവ് ചന്ദ്രശേഖറും അമിത്ഷാജിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ടിട്ടാണ് ജാമ്യം കിട്ടിയത്. ഇവരാരും അല്ല, ഇവരവിടെ വന്ന് ആ ചായക്കട ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജോൺ ബ്രിട്ടാസും ജോസ് കെ മാണിയും ഒക്കെ അവിടെ വന്ന് ചായക്കട ചായ കുടിച്ചുകൊണ്ടിരുന്നോളൂ. പിന്നെ ബി ടീമാരാണ് എ ടീമാരാണ്. ഇലക്ഷൻ കഴിയുമ്പോൾ ഞാൻ പറയാം ഒരു കാര്യം, ഞാൻ തീർത്ത് പറയാം. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ 2 മുന്നണികളുണ്ടാവുള്ളൂ. അതിലൊന്ന് NDA ആയിരിക്കും, നോ ഡൗട്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരള സംസ്ഥാനത്ത് 2 മുന്നണികളേ ഉണ്ടാവുള്ളൂ. അതിലൊന്ന് NDA ആയിരിക്കും. അടുത്ത തെരഞ്ഞെടുപ്പിൽ 2 മുന്നണികൾ തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് ആയിരിക്കും, മത്സരമായിരിക്കും ഉണ്ടാകുക. ഇനി 3 മുന്നണികൾ കേരള സംസ്ഥാനത്ത് ഉണ്ടാവില്ല. ഏത് മുന്നണിയായിരിക്കും? അതായത് അതിനർത്ഥം എന്ന് പറഞ്ഞ ഒരു മുന്നണി NDA-യോടൊപ്പം ചേരും എന്നുള്ളത് തന്നെയാണ്. അതായത് UDF ഒരു മുന്നണി NDA-യോടൊപ്പം ചേരുന്നില്ല. അവർ കേരളത്തിൻ്റെ പുറത്ത് അവരെങ്ങനെയാണോ അതുപോലെ ആവും. അവർ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ അവർ ഒരുമിച്ചാൽ മാത്രമേ കേരള സംസ്ഥാനത്ത് ഭരിക്കാൻ കഴിയുന്ന സാഹചര്യമൊക്കെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റൂ. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, ഇന്ത്യ മുന്നണി എന്ന നിലയിലായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ദിസ് ഇസ് ദ ലാസ്റ്റ് ഇലക്ഷൻ. ഇത് കേരളത്തിൽ 3 മുന്നണികളുള്ള അവസാന ഇലക്ഷനാണ് ഇത്, നോ ഡൗട്ട്. ആവർത്തിച്ച് ഇവിടേക്ക് എത്തുമ്പോൾ അതായത് BJP-യെയും LDF-നെയും ഒരു ചേരിയിൽ കെട്ടാൻ വേണ്ടി രാഹുൽ ഗാന്ധി ശ്രമിക്കുകയാണ്. അത് എങ്ങനെയാണ് അതിന്? അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഇവിടുത്തെ വർഗീയ ശക്തികളെ പ്രീണിപ്പിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് LDF-നെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തപ്പം LDF-ഉം BJP-യും ഒരു ലൈനാന്ന് പറയുന്നതാണ് അവർക്ക് ഈ പ്രത്യേകിച്ചും രാജ്യവിരുദ്ധ ശക്തികളെ കൂടെ നിർത്താനുള്ള അവർക്ക് എളുപ്പം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ പറയുന്നത്. പക്ഷേ BJP ഒരു ഫൈറ്റ് ഒന്ന് എടുത്ത് നോക്കി, എല്ലാ സ്ഥലങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കി, നേമത്താകട്ടെ കഴക്കൂട്ടത്താകട്ടെ, ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഫൈറ്റിംഗ് സീറ്റുകൾ മുഴുവൻ ഞങ്ങൾ LDF-ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ, രാജീവ് ചന്ദ്രശേഖർക്ക് മത്സരിക്കേണ്ട, ഈ കിടന്ന് ബഹളം വെക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മുടെ പ്രധാനപ്പെട്ട സീറ്റുകളെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കി, അവിടെ എല്ലാം LDF-ആയിട്ട് നമ്മൾ ഡയറക്റ്റ് ഫൈറ്റാണ്. പിന്നെ എവിടെയാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് വെക്കുന്നത്? ഇത് എല്ലാ കാലത്തും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. കേരളത്തിൻ്റെ പുറത്ത് തമിഴ്നാട്ടിൽ പോയി ഇത് പറയാൻ രാഹുൽ ഗാന്ധിക്ക് തൻ്റെ ഇടമുണ്ടോ? അവരുടെ കടവശയില്ല തമിഴ്നാട്ടിൽ. ആന്ധ്രയിൽ പോയി ഇത് പറയാൻ തൻ്റെ ഇടമുണ്ടോ? കർണാടകയിൽ പോയി ഇത് പറയാൻ തൻ്റെ ഇടമുണ്ടോ? മഹാരാഷ്ട്രയിൽ പോയി ഇത് പറയാൻ തൻ്റെ ഇടമുണ്ടോ? ഇവിടെ എല്ലാം 1-2 സീറ്റിലാണെങ്കിലും ഇവരുടെ കടവശിയാണ്. കോയമ്പത്തൂർ അതായത് പാലക്കാട് വന്ന് CPM-നെ തെറി പറഞ്ഞ് കോയമ്പത്തൂർ പോയി CPM-ന് വേണ്ടി പ്രചരണം നടത്തുന്ന രാഹുൽ ഗാന്ധി ഇയാളൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? മനസ്സിലായില്ലേ? FCRA വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. അതൊരു എന്തെങ്കിലും ഘട്ടത്തിൽ തിരിച്ചാവുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, FCRA സംബന്ധിച്ച് വളരെ കൃത്യമായ ഇടപെടൽ. ഒരു കാര്യം പറയട്ടെ, പ്രതിഷേധം അറിയിച്ചിട്ടുമല്ല. ഇപ്പോൾ ജോസ് കെ മാണി പ്രതിഷേധം അറിയിച്ചെന്ന് ഓർത്ത് FCRA ബില്ല് മാറ്റി വെക്കുമോ? ഇല്ലല്ലോ. പിതാക്കന്മാർ പ്രതിഷേധം അറിയിച്ചതിൻ്റെ പേരിലല്ല. നമ്മളിവിടുന്ന് അത് സഭാപിതാക്കന്മാരെ കൺസേൺ നമ്മളെ അറിയിച്ചു. CBC എന്ന ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആകുലതയുണ്ട്, ആശങ്കയുണ്ടെന്ന് അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ബില്ല് മാറ്റിവെച്ചിട്ടുള്ളത്. ഈ മാസം 20-ാം തീയതിക്ക് മുമ്പായി ഇത് സംബന്ധിച്ച് ഈ ക്രൈസ്തവ സഭാ നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്താൻ മന്ത്രി കിരൺ റിജിജുവിനെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതും കേരളത്തിലെ സഭാ നേതാക്കളുമായിട്ടുള്ള ഒരു ചർച്ച ഉണ്ടാകുമ്പോൾ അതിന് മുമ്പേ ഉണ്ടാവും? അല്ല, തെരഞ്ഞെടുപ്പ് കഴിയും. തെരഞ്ഞെടുപ്പിൽ ഇതൊന്നൊരു വിഷയമല്ല. തെരഞ്ഞെടുപ്പിൽ ഇത് സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമൊന്നും. ഇത് രാജ്യവിരുദ്ധമായ ചില നിലപാടുകളെ, ചില സംഘടനകളെ നിയന്ത്രിക്കാൻ, ഇന്ത്യ മഹാരാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില സംഘടനകളെ നിയന്ത്രിക്കാൻ വേണ്ടി ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുവന്നൊരു ഒരു ആക്ഷനാണത്. അത് ക്രൈസ്തവ സഭയുടെ ബാധിക്കുന്നതാണെന്ന് പറയും. ഇത് എത്ര വർഷമായി? 370 ജമ്മു കാശ്മീരിലെ 370 വന്നപ്പോൾ, പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ, വഖഫ് ഭേദഗതി നിയമം വന്നപ്പോൾ, മുത്തലാഖ് നിരോധനം വന്നപ്പോൾ, ഇതെല്ലാം ഇവർ പറഞ്ഞു ന്യൂനപക്ഷ വിരുദ്ധമാണ്. എന്നിട്ട് എന്തെങ്കിലും ഇവിടെ സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ഈ രാജ്യത്ത് കഴിഞ്ഞ 12 വർഷം ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം സഹോദരങ്ങൾ സമാധാനപരമായി ഇന്ന് ജീവിക്കുന്ന രാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഏറ്റവും സുന്ദരമായി ജീവിക്കുന്ന നാട് ഇന്ന് ഭാരതമാണ്. ഇതൊക്കെ ഇവിടെ അരിയാഹാരം കഴിക്കുന്ന സാധാരണക്കാരുടെ ബോധമുണ്ട്. ഇലക്ഷൻ ആകുമ്പോൾ ഈ ന്യൂനപക്ഷ സ്നേഹമായിട്ട് കോൺഗ്രസ് ഇറങ്ങും.
ഇവരെയും കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ കേരളത്തിലോട്ടൊന്ന് വന്നേ, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? അവിടെ മുനമ്പത്ത് എന്ത് നിലപാടാണ് ഇവർ സ്വീകരിച്ചത്? ഇപ്പം ന്യൂനപക്ഷ സ്നേഹം പറയുന്നവർ പിന്നെ ഒരു 80-20 അനുപാതമായിട്ട് സംവരണ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ മൈനോറിറ്റി ആനുകൂല്യങ്ങൾ വീതിച്ചപ്പോൾ എവിടെയായിരുന്നു കോൺഗ്രസിൻ്റെ ഈ സ്നേഹം? എന്ന് കല്ലറങ്ങാട്ട് പിതാവിനെതിരെ ഇന്ന് 8 കേസുകൾ ഇന്ന് നിലവിലുണ്ട്. ഇവരെന്തെങ്കിലും മിണ്ടിയോ? ഒരക്ഷരം ഇതിനെക്കൊണ്ട് മിണ്ടാതെ കയറോ? 1 മണിക്കൂർ മതി ഈ കേസ് എഴുതിത്തള്ളാൻ. അന്ന് ആ കേസ് എഴുതിത്തള്ളണമെന്ന് മാണി സി കാപ്പൻ ആവശ്യപ്പെട്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടോ ഇന്നുവരെ ഇല്ല. അപ്പം 5-8 വർഷമായിട്ട് 1 മണിക്കൂർ കൊണ്ട് എഴുതിത്തള്ളാവുന്ന കേസുകൾ പോലും നിലനിൽക്കുകയാണ് കല്ലറങ്ങാട്ട് പിതാവിനെതിരെ. അപ്പോൾ ഇവർ നടക്കുന്ന പ്രീണനം ആർക്ക് വേണ്ടിയാണ്? ഇന്നലെ ജോസ് കെ മാണി ഏഷ്യാനെറ്റിൽ വളരെ വളരെ തുറന്ന് സമ്മതിച്ചു SDP പിന്തുണ സ്വീകരിക്കുന്നു. എങ്ങനെ പറയാൻ തോന്നുന്നു? പാലാ ബിഷപ്പ് ഹൗസിലേക്ക് കുറുവടിയായിട്ട് മാർച്ച് നടത്തിയപ്പോൾ അന്ന് ജോസ് കെ മാണി വരാത്തതിൻ്റെ കാര്യം ഇപ്പോഴല്ലേ മനസ്സിലാകുന്നത്? മനസ്സിലായില്ല. അപ്പോൾ ഇവർക്കൊക്കെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. എന്നിട്ട് ഇലക്ഷൻ വരുമ്പോൾ ഒരു ക്രൈസ്തവ സ്നേഹമായിട്ട് ഇറങ്ങും. ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന ക്രിസ്ത്യാനിക്ക് ഇവിടെ മനസ്സിലായി. അതുകൊണ്ട് അതൊന്നും ഇവിടെ ഇനി വില പോവില്ല. ഇതൊരു അതായത് FCRA എന്ന് പറയുന്നത് ഇലക്ഷൻ മുമ്പ് മാറ്റിവെച്ച ഇലക്ഷൻ്റെ വേണ്ടി കണ്ടുകൊണ്ടാണ് എന്നൊരു ആരോപണമാണ് ചില സഭാ നേതൃത്വവും പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഇടതു വലത് മുന്നണികളും പറയുന്നത്. അതിന് ഞാനൊരു കാര്യം പറയട്ടെ, ഇതങ്ങ് നടപ്പിലാക്കി എന്താ ഇപ്പോൾ സംഭവിക്കുക? എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ ഇങ്ങനൊരു ആകുലതയുണ്ട് എന്ന് പാർട്ടിയുടെ ഒഫീഷ്യലായിട്ട് ഞാൻ തന്നെയാണ് അറിയിച്ചത്. ഇങ്ങനൊരു ആകുലതയുണ്ട്, സഭാപിതാക്കന്മാർ എന്നെ ബന്ധപ്പെട്ടു ആകുലതയുണ്ടെന്ന് അറിയിച്ചു. അത് മാറ്റിവെക്കാൻ മനസ്സ് കാണിച്ചോ? കോൺഗ്രസ് എത്രയോ കിടന്ന് തുള്ളുന്നുണ്ട്. ഈ BJP ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാക്കണമെന്ന് തീരുമാനിച്ചാൽ അത് ഇന്ന് വരെ പാസ്സാക്കിയിട്ടുണ്ട്. വഖഫ് ഭേദഗതി നിയമം ഇന്ത്യ മുഴുവൻ കിടന്ന് തുള്ളില്ലോ, എന്നിട്ട് പാസ്സാക്കിയില്ലേ? അത്ര എന്താണല്ലോ ഇല്ലല്ലോ. അപ്പോൾ വഖഫ് ഭേദഗതി നിയമം പാസ്സാക്കാൻ അറിയാമെങ്കിൽ ഇതും പാസ്സാക്കാൻ അറിയാം. പക്ഷേ അവിടെ സഭാപിതാക്കന്മാരും സഭയ്ക്കും ഒരു കൺസേൺ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരുമായി ഡിസ്കസ് ചെയ്ത് അവരുടെ കൺസേൺ എന്താണെന്ന് കേട്ട് അവരുടെ ആകുലതകൾ പരിഹരിച്ച് നടപ്പിലാക്കാമെന്ന് BJP ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ അത് സഹിക്കുന്നില്ല. ഇതിപ്പോൾ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് പൊതുവായൊരു കൂടിക്കാഴ്ച ആയിരിക്കുമോ അതോ എല്ലാ സഭാ നേതൃത്വങ്ങളെയും നേരിട്ടെത്തി കാണുകയാണ്? എങ്ങനെയായിരിക്കും? ഇതിനകത്ത് ആകുലത അറിയിച്ചിട്ടുള്ള ഔദ്യോഗികമായിട്ട് നമ്മളെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്, ആ ബില്ലിനകത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ആകുലത അറിയിച്ച സഭകളുണ്ട്. അത്തരം ആളുകളെ ഡിസ്കഷൻ ക്ഷണിക്കും. തീർച്ചയായിട്ടും ഞാനും ഉണ്ടാവും. ആശങ്കകളൊക്കെ പരിഹരിച്ച് തന്നെ അത് മുന്നോട്ട് പോകുള്ളൂ. തീർച്ചയായിട്ടും ആരെയും ഒരു സമുദായത്തിൽ, അത് ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ ബുദ്ധനെന്നോ പാഴ്സിന്നോ അല്ല, ഒരു സമുദായത്തെയും ഉപദ്രവിക്കാൻ വേണ്ടിയുള്ള, ഞാനൊരു കാര്യം പറഞ്ഞ, ഈ FCRA എന്ന് പറയുന്ന ക്രൈസ്തവ സഭയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. ഇവിടെ എത്രയോ ഹൈന്ദവ സംഘടനകൾക്ക് NGOs ഉണ്ട്. അപ്പം ഇവിടെ എത്രയോ മുസ്ലിം സംഘടനകൾക്ക് NGOs ഉണ്ട്. അവരെല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. ഇത് ഇവരെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. FCRA എന്ന് പറയുന്നത്, ഇത് ആളുകൾ ഇവിടെ ധരിച്ചു വെച്ചേക്കുന്നത് FCRA എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയെ പിടിക്കാനുള്ള എന്ത് നിയമമാണ്? അങ്ങനെയല്ല. FCRA NGOസിൻ്റെ ഫോറിൻ ഫണ്ട് റിസീവ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് നിയമമാണ്. അത് എല്ലാ സംഘടനകൾക്കും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ആകുലതകൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ പരിഹരിച്ച് മാത്രം മുമ്പോട്ട് പോകണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചിട്ടുണ്ട്. ഇത് അറിയിക്കാനും എന്നെ അറിയിച്ചിട്ടുണ്ട്. വിവാദങ്ങളൊക്കെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകും ജനങ്ങൾ. വിവാദം നമുക്ക് താല്പര്യമില്ല. ഇവിടെ ഉള്ളി വികസനം, വികസിത കേരളം. താങ്ക് യു. ജനങ്ങൾ 100%. താങ്ക് യു. തന്നെയാണ്. എന്തായാലും പ്രചരണങ്ങൾ തുടരുകയാണ്. വിവാദങ്ങൾക്ക് സ്ഥാനമില്ല, വികസനങ്ങൾക്ക് തന്നെയാണ് പാലായിൽ സ്ഥാനം എന്ന കാര്യം തന്നെയാണ് ഷോൺ ജോർജ് പറയുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.